നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 7. മക്കളെ, തൃതീയമേകകം ശാസ്ത്രീയത. ആമുഖം. രാഷ്ട്രേ വർത്തമാനാനാം സമസ്യാനാം പരിഹാരായ വിജ്ഞാനസ്യ ഭൂമിക മഹതി അസ്തി. സ്വാതന്ത്ര്യാനന്തരം ഭാരതസ്യ ബഹിരാകാശക്ഷേത്രേ അനേകാനി ഗവേഷണാനി സഞ്ജാതാനി. ഛാത്രേഷു യുക്തിചിന്തനം, ശാസ്ത്ര ആഭിമുഖ്യം, അന്വേഷണോത്സുകതാം, ആത്മവിശ്വാസം ച വർദ്ധയിതും കഥാഃ, ലേഖനാനി, യാത്രാവിവരണാനി ഇത്യാദീനി സാഹിത്യരൂപാണ്യപി ആവശ്യകാനി. ഏകകേസ്മിൻ താദൃശമേകം യാത്രാവിവരണം കഥാ ച അന്തർഭവതി. തൃതീയമേകകം ശാസ്ത്രീയത. ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ആധികാരികത, പ്രാമാണികത എന്നെല്ലാം പറയാം. അതായത് അത് വിശ്വസിക്കാൻ സത്യമായിട്ടുള്ളത് ആണ് ശാസ്ത്രീയത, അല്ലെങ്കിൽ പിന്നെ പ്രാമാണ്യത എന്നൊക്കെ പറഞ്ഞാൽ. അതിൽ അന്ധത അല്ലെങ്കിൽ അറിവില്ലായ്മ ഒട്ടും ഉണ്ടാവാനും വഴിയില്ല. ശാസ്ത്രീയത. ആമുഖം. രാഷ്ട്രേ വർത്തമാനാനാം സമസ്യാനാം പരിഹാരായ വിജ്ഞാനസ്യ ഭൂമിക മഹതി അസ്തി. സ്വാതന്ത്ര്യാനന്തരം ഭാരതസ്യ ബഹിരാകാശക്ഷേത്രേ അനേകാനി ഗവേഷണാനി സഞ്ജാതാനി. ഛാത്രേഷു യുക്തിചിന്തനം, ശാസ്ത്രാഭിമുഖ്യം, അന്വേഷണോത്സുകതാം, ആത്മവിശ്വാസം ച വർദ്ധയിതും കഥാഃ, ലേഖനാനി, യാത്രാവിവരണാനി ഇത്യാദീനി സാഹിത്യരൂപാണ്യപി ആവശ്യകാനി. ഏകകേസ്മിൻ താദൃശമേകം യാത്രാവിവരണം കഥാ ച അന്തർഭവതി. ശാസ്ത്രീയത. ശാസ്ത്രചിന്ത. സത്യത്തെ ശരിക്കും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞാനം കൂടി ആവശ്യമാണ്. അതിനൊരു പ്രാമാണികത, ഒരു അടിസ്ഥാനം എല്ലാം ഉണ്ടാകും. അതിൽ അറിവില്ലായ്മ എന്ന അവസ്ഥ ഉണ്ടാവാനേ ഇടയില്ല. ശാസ്ത്രീയത. ആമുഖം. രാഷ്ട്രേ വർത്തമാനാനാം സമസ്യാനാം പരിഹാരായ. രാഷ്ട്രേ നമ്മുടെ രാജ്യത്ത് വർത്തമാനാനാം ഉള്ളതായിട്ടുള്ള സമസ്യകൾ, ഓരോരോ പ്രശ്നങ്ങൾ, അത് പരിഹാരായ അത് പരിഹരിക്കുവാൻ വേണ്ടി ജ്ഞാനസ്യ ഭൂമിക മഹതി അസ്തി. ജ്ഞാനം അത്യാവശ്യമാണ്, അറിവ് അത്യാവശ്യമാണ്. സ്വാതന്ത്ര്യാനന്തരം ഭാരതസ്യ ബഹിരാകാശക്ഷേത്രേ. സ്വാതന്ത്ര്യാനന്തരം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം, ഭാരതത്തിൻ്റെ ബഹിരാകാശക്ഷേത്രത്തിൽ അനേകാനി ഗവേഷണാനി സഞ്ജാതാനി, പല ഗവേഷണങ്ങളും ഉണ്ടായി. അത് ഛാത്രേഷു യുക്തിചിന്തനം, ശാസ്ത്ര ആഭിമുഖ്യം, അന്വേഷണ ഉത്സുകതാം, ആത്മവിശ്വാസം ച വർദ്ധയിതും, അവ അങ്ങനെയുള്ള ഗവേഷണത്തിനുള്ള അവസരങ്ങൾ, ഛാത്രരിൽ, വിദ്യാർത്ഥികളിൽ, യുക്തിചിന്തനം, യുക്തിയുക്തമായി കാര്യങ്ങൾ ചിന്തിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടാനും, ശാസ്ത്രത്തിലുള്ള ആഭിമുഖ്യം ഉണ്ടാവാനും, താല്പര്യമുണ്ടാവാനും, അന്വേഷണോത്സുകത, അന്വേഷണത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതിൽ ഒരു താല്പര്യം ജനിപ്പിക്കാനും, ആത്മവിശ്വാസം ച, എല്ലാം ശരിയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം ച പിരിക്കുമ്പോൾ വിശ്വാസം അധികം ച, ആത്മവിശ്വാസവും വർദ്ധയിതും വർദ്ധിപ്പിക്കുവാൻ കഥാഃ, ലേഖനാനി, യാത്രാവിവരണാനി ഇത്യാദീനി സാഹിത്യരൂപാണി ആവശ്യകാനി. ഇവയെല്ലാം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഥകൾ, ലേഖനങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയ സാഹിത്യരൂപങ്ങൾ ആവശ്യങ്ങളാണ്. ഏകകേസ്മിൻ, ഈ ഏകകത്തിൽ, താദൃശമേകം യാത്രാവിവരണം കഥാ ച അന്തർഭവതി. ഈ പാഠത്തിൽ, ഈ ഏകകത്തിൽ അത്തരത്തിലുള്ള ഒരു യാത്രാവിവരണവും കഥയും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് കഥ നോക്കാം. സപ്തമഃ പാഠഃ അനന്തം വിശ്വമജ്ഞാതം. ഈ വിശ്വം അനന്തമാണ്, അറ്റമില്ലാത്തതാണ്.
അത് എല്ലാവരും എല്ലാ കാര്യവും ഇനിയും അറിയാൻ ബാക്കിയാണ്. ഈ വിശ്വത്തെക്കുറിച്ച് നമ്മുടെ അറിവുകൾ വളരെ പരിമിതമാണ്. അതിൽ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാൻ ഒത്തിരി ബാക്കിയാണ് കിടക്കുന്നത്. വിശ്വം അജ്ഞാതമാണ്. ഛാത്രാൻ ദ്വിധാ വിഭജ്യ ക്ഷേപണ്യാः ചിത്രം ഖണ്ഡീകൃത്യ ദദാതി. സംഘദ്വയായ ഭിത്തിപത്രം ദത്വാ ക്ഷേപണ്യാകാരേണ സജ്ജീകർത്തും നിർദ്ദിശതി. യഃ സംഘഃ പ്രഥമം സംയോജയതി സഹ സംഘഃ വിജയീ ഭവതി. ഛാത്രാൻ ദ്വിധാ വിഭജ്യ, ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ രണ്ട് ഭാഗമാക്കിയിട്ട് പകുതിയാക്കിയിട്ട് അല്ലെങ്കിൽ അവരെ രണ്ട് ഗ്രൂപ്പുകളാക്കിയിട്ട് ക്ഷേപണ്യഃ ചിത്രം ഖണ്ഡീകൃത്യ ദദാതി. ഒരു വിക്ഷേപണിയുടെ ചിത്രം അത് ഖണ്ഡമാക്കിയിട്ട് മുറിച്ചിട്ട് നൽകുന്നു. സംഘദ്വയായ ഭിത്തിപത്രം ദത്വ, എന്നിട്ട് ഈ രണ്ട് സംഘത്തിനും ഭിത്തിപത്രം കൊടുത്തിട്ട് ക്ഷേപണി ആകാരേണ, അത് ക്ഷേപണി ആകാരത്തിൽ സജ്ജീകർത്തും നിർദ്ദിശതി, അത് വീണ്ടും ഒരു വിക്ഷേപണിയെപ്പോലെ ആക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. യഹ സംഘഃ പ്രഥമം സംയോജയതി, ഏതൊരു സംഘമാണോ ആദ്യമായിട്ട് അത് യോജിപ്പിക്കുന്നത്, സഹ സംഘഃ വിജയീ ഭവതി, ആ സംഘം വിജയിക്കുന്നു. പൂർണ്ണശുഭ്രവർണ്ണ ക്ഷേപണ്യം ഭാരതം. ത്രിവർണ്ണധ്വജഃ ഗണന 3 2 1 0. യഥാ ഉക്തം തഥാ ആഹ്വാനം ശ്രുത്വാ ഝടിതി സ്വാപാത് ഉത്ഥിത ആര്യ. സാ അദ്യ തുമ്പ വിക്രം സാരാഭായി വിക്ഷേപണ കേന്ദ്രം പ്രതി അധ്യയന യാത്രാयै സോത്സാഹം സജ്ജ അഭവത്. പ്രഭാതേ 6 ഏവ തുമ്പാം പ്രാപ. പൂർണ്ണ ഒരു ശുഭ്രവർണ്ണത്തിലുള്ള വെളുപ്പ് വർണ്ണത്തിലുള്ള ഒരു ക്ഷേപണിയിൽ വെച്ച് ക്ഷേപണി കാണാണ്. അതിൽ ഭാരതമുണ്ട്, ത്രിവർണ്ണധ്വജമുണ്ട്, 3 വർണ്ണത്തോട് കൂടിയിട്ടുള്ള നമ്മുടെ ദേശീയ പതാകയുണ്ട്. ഗണന ചെയ്യുകയാണ്. 3 2 1 0. അങ്ങനെ യഥാ ഉക്തം, അങ്ങനെ ഉറക്കത്തിൽ കണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, യഥാ ഉക്തം തഥാ ആഹ്വാനം ശ്രുത്വ, ഈ 3 2 1 0 എന്നിങ്ങനെ സ്വപ്നത്തിൽ കണ്ടങ്ങനെ കിടക്കുമ്പോൾ അമ്മയുടെ വിളി കേട്ടിട്ട് ശ്രുത്വ ത്വാന്തമവ്യയം ആഹ്വാനം മാതുരാഹ്വാനം മാതുഹു ആഹ്വാനം ശ്രുത്വ ജഡിതി സ്വാപാത് ഉത്ഥിത ആര്യ. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ആര്യ. സാ അവൾ അദ്യ തുമ്പ വിക്രം സാരാഭായി വിക്ഷേപണ കേന്ദ്രം പ്രതി, അവൾ ഇന്ന് എന്ത് ചെയ്യുകയാണ്? തുമ്പയിലെ വിക്രം സാരാഭായി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് അധ്യയന യാത്രയായി, ഒരു പഠന സംഘത്തിൻ്റെ കൂടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സോത്സാഹം, വിദ്യാലയത്തിലെ പഠനയാത്രാ സംഘത്തോടൊപ്പം സോത്സാഹം സജ്ജാഭവത്, അവൾ സജ്ജയായി നിൽക്കുകയാണ്. പ്രഭാതേ 6 ഏവ തുമ്പാം പ്രാപ. അങ്ങനെ പ്രഭാതേ രാവിലെ 6 അതാണ് 6 മണിക്ക് തുമ്പാം പ്രാപ തുമ്പയിലെത്തി. ആർബസമുദ്രതടേ വൃക്ഷൈഃ ആവൃതം ഊർധ്വം വിരാജമാനം തുമ്പ വിക്രം സാരാഭായി വിക്ഷേപണ കേന്ദ്രം. അത്യുന്നതൈഃ തരംഗൈഃ ശോഭായമാനഃ സമുദ്രഃ. പ്രവേശനകവാടേ വർത്തമാന ക്ഷേപണ്യാः പ്രതികൃതി. പാർശ്വേ റെയിൽമാർഗः. തത്രൈവ ക്രൈസ്തവദേവാലये സ്ഥിതः സംഗ്രഹാലയः. ബഹിരാകാശശാസ്ത്രരംഗേ അസ്മാഭിः ഇതപര്യന്തം ആർജിതായാः പ്രോന്നതേः സ്മാരകാണി ചിത്രാണി ക്ഷേപണീനാമ ദർശനാനി
ക്ഷേപണി നാമ ആദർശാനി ച തെറ്റിപ്പോയി. ക്ഷേപണീനാം ആദർശാനി ച തത്ര പ്രദർശിതാനി. ചന്ദ്രയാൻ, ഗഗനയാൻ, മംഗൾയാൻ, ആദിത്യ, പൃഥ്വി, അഗ്നി, ബ്രഹ്മോസ് ഇത്യാദീനി സംസ്കൃതനാമാനി തത്ര തത്ര ദൃഷ്ട്വാ അഭിമാനേന വിസ്മിത ജാത. അറബ് സമുദ്രത്തിൻ്റെ തീരത്ത് വൃക്ഷത്താൽ ആവൃതമായ ഊർധ്വം വിരാജമാനഃ ഉന്നതിയിൽ വിരാജിക്കുന്ന തുമ്പ വിക്രം സാരാഭായ് വിക്ഷേപണ കേന്ദ്രം. തുമ്പയിലെ വിക്രം സാരാഭായ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അത്യുന്നതൈഃ തരംഗൈഃ ശോഭായമാനഃ സമുദ്രഃ. മുന്നോട്ട് നോക്കുമ്പോൾ അത്യുന്നതമായ തരംഗങ്ങൾ, തിരമാലകളാൽ ശോഭിക്കുന്ന സമുദ്രം. പ്രവേശന കവാടേ വർത്തമാന ക്ഷേപണ്യാഹ പ്രതികൃതി. പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ക്ഷേപണിയുടെ മാതൃക. പാർശ്വേ റെയിൽ മാർഗ, ഒരു ഭാഗത്ത് റെയിൽ മാർഗം. തത്ര ഏവ ക്രൈസ്തവ ദേവാലയേ സ്ഥിതഃ സംഗ്രഹാലയഃ. അവിടെ തന്നെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ സംഗ്രഹാലയം എന്ന് പറഞ്ഞാൽ എല്ലാം ശേഖരിക്കുന്ന സ്ഥലം. ബഹിരാകാശ ശാസ്ത്രരംഗേ അസ്മാഭിः ഇതപര്യന്തം ആർജിതായാः. ബഹിരാകാശ അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറഞ്ഞ പോലുള്ള ആ ബഹിരാകാശത്തെ ശാസ്ത്രരംഗത്തിൽ അസ്മാഭിഹി ഇതപര്യന്തം ആർജിതായ, നമ്മളാൽ, ഭാരതീയരാൽ, കേരളീയരാൽ ഇതപര്യന്തം ഇതുവരെ ആർജിച്ചിട്ടുള്ള, നേടിയിട്ടുള്ള പ്രോന്നതികൾ, വളരെ ഉന്നതിയിലേക്ക്, പുരോഗതിയിലേക്ക് എത്തുന്നതിന് കാരണമായ സ്മാരകാണി ചിത്രാണി, അതിനുള്ള ഓർമ്മയുടെ ചിത്രങ്ങൾ. ക്ഷേപണീനാം ആദർശാനി, ക്ഷേപണികളുടെ ഓരോരോ മാതൃകകൾ. ച തത്ര പ്രദർശിതാനി, എല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ചന്ദ്രയാനുണ്ട്, ഗഗൻയാനുണ്ട്, മംഗൾയാനുണ്ട്, ആദിത്യ ഉണ്ട്, പൃഥിവിയുണ്ട്, അഗ്നി, ബ്രഹ്മോസ് ഇത്യാദീനി സംസ്കൃത നാമാനി എന്ന് തുടങ്ങിയിട്ടുള്ള സംസ്കൃതത്തിലുള്ള പേരുകൾ ദൃഷ്ട അഭിമാനേന വിസ്മിത ജാത. നമ്മൾ ഇതെല്ലാം സംസ്കൃത നാമങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ രോമാഞ്ച പുളകിതരാവുകയാണ്. ഇതെല്ലാം ഓരോരോ ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചന്ദ്രയാൻ, ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ, പൃഥ്വി, അഗ്നി, ബ്രഹ്മോസ് തുടങ്ങിയവ. 63 വർഷേ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, 63 1963 തുമ്പേതി തുമ്പ ഇതി തീരദേശ ഗ്രാമേ, ഏതൊരു കടലിലൂടെ പ്രദേശമായ ഭാരതസ്യ പ്രഥമ വിക്ഷേപണ കേന്ദ്രം പ്രാരംഭത. അവിടെയാണ് ഭാരതത്തിലെ ഒന്നാമത്തെ വിക്ഷേപണ കേന്ദ്രം, ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം തുടങ്ങിയത്. ISRO, അതാണ് അതിൻ്റെ പേര്. ISRO സംസ്ഥായാः പ്രഥമ അധ്യക്ഷസ്യ വിക്രം സാരാഭായ് മഹോദയസ്യ ഭാരതസ്യ പൂർവരാഷ്ട്രപതേः APJ അബ്ദുൽ കലാം മഹാഭാഗസ്യ ഇതരേഷാം ശാസ്ത്രജ്ഞാനാം ച യോഗദാനം അധികൃത്യ മാർഗദർശകः വിവൃണോതി. ഇതിൽ ISRO സംസ്ഥയുടെ പ്രഥമ അധ്യക്ഷനായ വിക്രം സാരാഭായ് എന്ന മഹാത്മാവ് ഭാരതസ്യ പൂർവരാഷ്ട്രപതിയായ മുന്നത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം മഹാഭാഗസ്യ, ഇവരെല്ലാം തന്നെ ശാസ്ത്രജ്ഞരാണ്. അബ്ദുൽ കലാം മഹോദയൻ്റെയും ഇതരേഷാം ശാസ്ത്രജ്ഞാനാം, പല ശാസ്ത്രജ്ഞന്മാരുടെയും യോഗദാനം, അവരുടെ സംഭാവനകൾ അധികൃത്യ ലബന്ധമവ്യം
മാർഗദർശക വിവൃണോതി, അതിനുള്ള മാർഗദർശകമായിട്ട് വിവരിക്കുന്നു, അവയെല്ലാം വിവരിച്ച് കൊടുക്കുന്നു. വിവിധൈഹി വിക്ഷേപണൈഹി, വിവിധങ്ങളായ വിക്ഷേപണങ്ങളാൽ കൃഷി, പരിസ്ഥിതി, അന്തർജാല ഇത്യാദിഷു ജാത പ്രഗതി അത്ഭുതാവഹായവ. ഇങ്ങനെ നമ്മുടെ ഈ വിക്ഷേപണങ്ങളാൽ കൃഷിക്കും പരിസ്ഥിതിക്കും നമ്മുടെ പ്രകൃതിക്കും അന്തർജാലം, ഇൻ്റർനെറ്റ് ഇത്യാദികളിൽ ജാത പ്രഗതി, ഇതിനെല്ലാം തന്നെ പുരോഗതിയുണ്ടായി. അത് അത്ഭുതാവഹായവ, ഇതെല്ലാം അത്ഭുതാവഹമാണ്. തതഃ പ്രതിമാസം തൃതീയ ബുധവാസരെ, അതിനുശേഷം പ്രതിമാസം മാസം പ്രതി പ്രതിമാസം, ഓരോ മാസത്തിലും തൃതീയ ബുധവാസരെ, മൂന്നാമത്തെ ബുധനാഴ്ച, വിക്ഷിപ്യമാണം ധ്വനിക്ഷേപണിയും ദ്രഷ്ടും വയങ്കത, മൂന്നാമത്തെ ബുധനാഴ്ച അവിടെ നിന്ന് ധ്വനി എന്ന ഒരു ക്ഷേപണി വിക്ഷേപിക്കുന്നുണ്ട്. അത് കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തത്ര ക്ഷേപണം ദ്രഷ്ടും, അതിൻ്റെ ആ ഒരു ക്ഷേപണം, അതിൻ്റെ ഒരു പ്രക്ഷേപണം, അത് അയക്കൽ, അത് കാണുവാൻ വേണ്ടിയിട്ട്, ആ ധ്വനി എന്നു പേരായിട്ടുള്ള ക്ഷേപണിയുടെ ആ അയക്കൽ കാണുവാൻ വേണ്ടിയിട്ട് ബഹവോ ജനാഹ ഉപസ്ഥിതാഹ ആസൻ, പല സ്ഥലത്തു നിന്നും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. യഥാ, എപ്പോഴാണോ ധ്വനിക്ഷേപണി വിഹായസം ഉന്നീത, ധ്വനി എന്ന ആ ക്ഷേപണി വിഹായസിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയത്, തഥാ അപ്പോൾ മേ മനോബി, മേ മനോബി എൻ്റെ മനസ്സും, മേ മനഹാബി എന്നാണ് പദച്ഛേദം. തേന ഉഡ്ഡീനം, അതുപോലെ തന്നെ വിക്ഷേപണി ഉയർന്ന പോലെ തന്നെ എൻ്റെ മനസ്സും അതോടൊപ്പം ഉയർന്നു പോയി. പദച്ഛേദം തത്രൈവ, തത്രാധികമേവ ക്ഷേപണീനാം ആദർശാനി, ക്ഷേപണീനാം മ അധികം ആ ആണ് മ, അവിടെ അനുസ്വാരം ഇടണ്ട, മകാരെഴുതി തോണ്ടലിട്ടിട്ട് ആണ് പദച്ഛേദം എഴുതേണ്ടത്. ക്ഷേപണീനാം ആദർശാനി തുമ്പേതി, തുമ്പാ ഇതി, യോഗദാനം അധികൃത്യ, യോഗദാനം അധികം അധികൃത്യ, പൂർവമേവ, പൂർവം അധികം ഏവ, മനോബി മനഃ അഭി, പഠന പ്രവർത്തനങ്ങൾ. സൂചനാനുസാരം ചർച്ചാം കൃത്വ യാത്രാവിവരണം ലിഖതു, ഇതിന് സൂചന പോലെ ചർച്ച ചെയ്തിട്ട് യാത്രാവിവരണം എഴുതുക. സൂചന: കിയത് ദിനാത്മിക യാത്ര, എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, ആദ്യം മലയാളത്തിൽ എഴുതുക. എന്നിട്ട് അധ്യാപകൻ്റെ സഹായത്തോട് കൂടിയിട്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുക. കിയത് ദിനാത്മിക യാത്ര, എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, എവിടേക്കാണ്, സ്ഥലങ്ങൾ എവിടേക്കാണ്, ഏതാണ് തിഥി, എന്നാണ് പോകുന്നത്, സമയം എപ്പോഴാണ്, ദൃഷ്ടാനി കാര്യാണി, കാണേണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്, ഭക്ഷണം എന്തെല്ലാം, യാത്രായാഹ പ്രയോജനാനി, ഈ യാത്ര കൊണ്ട് നേടുന്നത് എന്തെല്ലാം എന്നെല്ലാം ആണ് നമ്മൾ ഈ സൂചനയിൽ ഉൾപ്പെടുത്തേണ്ടത്. യാത്രാവിവരണം എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ചിത്രം ദൃഷ്ട സൂചനാനുസാരം വാക്യാനി ലിഖതു, ചിത്രം നോക്കി സൂചന പോലെ വാക്യങ്ങൾ എഴുതുക. ശാസ്ത്രീയത: യഥാ, എപ്രകാരം എന്ന് വെച്ചാൽ, ഏകാൻ ക്ഷേപണീം ആകാശേ പശ്യാമി, ഏകാൻ ക്ഷേപണീം ആകാശേ പശ്യാമി, അതുപോലുള്ള കുറച്ച് വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അത് ഭാവന പുരസ്സരം എല്ലാവരും മലയാളത്തിലാക്കുക, അതിന് ശേഷം സംസ്കൃതത്തിലേക്ക് ആക്കുക. ഏകം ക്ഷേപണീം പശ്യാമി തത്ര ബഹവഃ ജനാഃ തദ്ദ്രഷ്ടും ആഗച്ഛന്തി, അഹം നിതരാം സന്തുഷ്യാമി, മയാ സാകം മാതാപിതാ മമ ഭ്രാതാ ജ്യേഷ്ഠ ച അസ്തി, ഭ്രാതാ ജ്യേഷ്ഠ ച സന്തി,
തത്ര വിക്ഷേപണ്യാः പ്രേഷണം അഹം ദൃഷ്ട വിസ്മയ ജാത എന്നെല്ലാം എഴുതാം. ഇനി നോക്കാം. ഇവിടെ ശ്രദ്ധേയാംശോ ആശയവബോധ ഉചിത ഭാഷാപ്രയോഗ സൂചനാനുസാരം കോഷ്ടാത് ഉചിതം പ്രശ്നവാചക ശബ്ദം ചിത്വാ പ്രശ്നാൻ നിർമ്മാതു. ഇവിടെ കുറച്ച് പ്രശ്നവാചകങ്ങളായ 7 കകാരങ്ങൾ, സപ്തകകാരങ്ങൾ ചോദ്യസൂചകമായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ 6 എണ്ണമാണ് ഇവിടെ പറയുന്നത്. കഹ, കസ്യഹ, കിം, കുത്ര, കസ്യ, കേന. കഹ ആര്, കസ്യഹ ആരുടെ, ഏതൊരുവളുടെ, കിം എന്ത്, കുത്ര എവിടെ, കസ്യ ആരുടെ, ഏതൊരുവൻ്റെ, കേന ഏതു പ്രകാരത്തിൽ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ. ഇവിടെ ഉത്തരങ്ങൾ ഇങ്ങനെയാണ്. ഇനി ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. യഥാ ഭാരതീയ ബഹിരാകാശ പദ്ധതേഹേ പിതാ ഭവതി ഡോക്ടർ വിക്രം സാരാഭായി. ഉത്തരാണത്. അപ്പോൾ ഭാരതീയ ബഹിരാകാശ പദ്ധതേഹേ പിതാ കഹ. ഭാരതീയ ബഹിരാകാശ പദ്ധതേഹേ പിതാ ഭവതി ഡോക്ടർ വിക്രം സാരാഭായി. വിക്രം സാരാഭായി മഹാശയസ്യ ജനനം അഹമ്മദാബാദ് നഗരേ അഭവത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദിക്കേണ്ടത്. കുത്ര വിക്രം സാരാഭായി മഹാശയസ്യ ജനനം കുത്ര അഭവത്. വിക്രം സാരാഭായി തുമ്പ ബഹിരാകാശ സംസ്ഥായാ ശില്പി ഭവതി. തുമ്പ ബഹിരാകാശ സംസ്ഥായാ ശില്പി കഹ. വിക്രം സാരാഭായി മഹോദയസ്യ പുത്രി മൃണാളിനി സാരാഭായി ഭവതി. വിക്രം സാരാഭായി മൃണാളിനി സാരാഭായി കസ്യ പുത്രി. അല്ലെങ്കിൽ വിക്രം സാരാഭായി മഹോദയസ്യ പുത്ര്യാः നാമ കിം. തസ്യ പുത്ര്യാः നാമ മല്ലിക സാരാഭായി. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മേലെ എഴുതിയതിൽ തെറ്റ്. ഇതാണ് പുത്രി എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ പത്നി എന്നാണ്, ഭാര്യ. ഒന്നുകൂടെ പറയട്ടെ, ക്ഷമിക്കണേ. വിക്രം സാരാഭായി മഹോദയസ്യ പത്നി മൃണാളിനി സാരാഭായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിക്രം സാരാഭായി മഹോദയസ്യ പത്നി കാ, എളുപ്പല്ലേ. ഇനി വിക്രം സാരാഭായി മഹോദയസ്യ പുത്ര്യാः നാമ കിം. തസ്യ വിക്രം സാരാഭായി മഹോദയസ്യ പുത്ര്യാः നാമ മല്ലിക സാരാഭായി അസ്തി. സഹ പത്മഭൂഷൺ പുരസ്കാരേണ സമാദൃതഃ. വിക്രം സാരാഭായി കേന പുരസ്കാരേണ സമാദൃതഃ. വളരെ സരളം, എളുപ്പം. ശ്രദ്ധേയാംശോ ഉചിത പ്രശ്നാവലി ആശയാവഗമനം. കേരളപാഠ വായിച്ച് തെറ്റിപ്പോയതാണ്. അനുബന്ധം നാമരൂപങ്ങൾ. ഈകാരാന്തഃ സ്ത്രീലിംഗ ക്ഷേപണി ശബ്ദ. ഇതിൽ ക്ഷേപണി എന്ന് എപ്പോഴും എന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ നദീ എന്ന ശബ്ദം ആദ്യം പറഞ്ഞോളേ. നദീ, നദ്യൗ, നദ്യ. അതേപോലെ അത് ഏതായാലും പുസ്തകത്തിലുള്ള വാക്ക് ആദ്യം വായിക്കട്ടെ. ഈകാരാന്തഃ സ്ത്രീലിംഗ ക്ഷേപണി ശബ്ദ. പ്രഥമ വിഭക്തി ക്ഷേപണി, ക്ഷേപണ്യോ, ക്ഷേപണ്യഃ. സംബോധന പ്രഥമ ഹേ ക്ഷേപണി, ഹേ ക്ഷേപണ്യോ, ഹേ ക്ഷേപണ്യഃ. തൃതീയ വിഭക്തി ക്ഷേപണീം, ക്ഷേപണ്യോ, ക്ഷേപണ്യഃ. തൃതീയ വിഭക്തി ക്ഷേപണ്യ, ക്ഷേപണീഭ്യാം, ക്ഷേപണീഭിः. ചതുർത്ഥി ക്ഷേപണ്യേ, ക്ഷേപണീഭ്യാം, ക്ഷേപണീഭ്യः. പഞ്ചമി ക്ഷേപണ്യः, ക്ഷേപണീഭ്യാം, ക്ഷേപണീഭ്യः. ഷഷ്ഠി ക്ഷേപണ്യः, ക്ഷേപണ്യോः, ക്ഷേപണീനാം. സപ്തമി ക്ഷേപണ്യാം, ക്ഷേപണ്യോः, ക്ഷേപണീഷു. ഇതുപോലെ നമുക്ക് എളുപ്പമുള്ള ഒരു വാക്കെടുക്കാം. നദീ ശബ്ദം പറയട്ടെ. ക്ഷേപണി എന്ന് പറയും പോലെ നദീ, ക്ഷേപണ്യോ, നദ്യോ, ക്ഷേപണ്യഃ, നദ്യഃ. അപ്പോൾ എങ്ങനെ പറയണം? നദീ, നദ്യോ, നദ്യഃ. സംബോധന പ്രഥമ ഹേ നദി, ഹേ നദ്യോ, ഹേ നദ്യഃ. ദ്വിതീയ വിഭക്തി നദീം, നദ്യോ, നദീഃ. തൃതീയ നദ്യ, നദീഭ്യ, നദീഭിः. ചതുർത്ഥി നദ്യൈ, നദീഭ്യാം, നദീഭ്യः. പഞ്ചമി നദ്യഃ, നദീഭ്യാം, നദീഭ്യः. ഷഷ്ഠി നദ്യഃ, നദ്യോः, നദീനാം. സപ്തമി നദ്യാം, നദ്യോः, നദീഷു. അപ്പോൾ ശബ്ദം കാണാതെ പഠിക്കുക. സിദ്ധരൂപോച്ചാരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉച്ചരിക്കാം.
ദൃശ്യര് പ്രേക്ഷണേ, ദൃശ്യര് കാണുക എന്നുള്ള അർത്ഥത്തിലാണ് പരസ്മൈപതി ലങ്. നമ്മൾ ലട്ട് പഠിച്ചതാണ്. പശ്യതി പശ്യതഃ പശ്യന്തി, പഠതി പഠതഃ പഠന്തി, മധ്യപുരുഷൻ പഠസി പഠതഃ പഠത, ഉത്തമപുരുഷൻ പഠാമി പഠാവഹ പഠാമ. ഇനി അതിൻ്റെ ലങ്ങിൻ്റെ രൂപം നമ്മൾ പടുധാതുവിൻ്റെ പഠിച്ചു. അപഠത അപഠതാം അപഠൻ, അപഠഹ അപഠതം അപഠത, അപഠമ അപഠാവ അപഠാവ. അതേപോലെ അപശ്യത് അപശ്യതാം അപശ്യൻ, അപശ്യഹ അപശ്യതം അപശ്യത, ഉത്തമപുരുഷൻ അപശ്യം അപശ്യവ അപശ്യമ. ചോദ്യം ചോദിക്കട്ടെ. അപശ്യഹ മധ്യപുരുഷ ഏകവചനങ്ങളിൽ അവിടെ കർത്താവ് എന്താവും? ത്വം മാത്രം. അപശ്യതം യുവാം, അപശ്യത യൂയം, ത്വം യുവാം യൂയം. അപശ്യം അഹം അപശ്യം, ആവാം അപശ്യവ, വയം അപശ്യമ. ഇനി പ്രഥമ പുരുഷനാണെങ്കിലോ അവിടെ എന്തും വരാം. സീത അപശ്യത്, രാധിക അപശ്യത്, ഗോപിക അപശ്യത്, രാമഹ അപശ്യത്, അധ്യാപക അപശ്യത്. നമുക്ക് എല്ലാ വാക്കുകളും ഈ 6 പദം പെടാതെ ത്വം യുവാം യൂയം ആ 3 അഹം ആവാം വയം ആ 3 പെടാതുള്ള എല്ലാ വാക്കുകളും പ്രഥമ പുരുഷനിലാണ്. അത് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്ന രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പഠിച്ചു പശ്യതി എന്ന ക്രിയയുടെ ലങ്ങിൻ്റെ രൂപം. അപശ്യത അപശ്യതം അപശ്യൻ, അപശ്യഹ അപശ്യതം അപശ്യത, അപശ്യ അപശ്യവ അപശ്യമ. ഇനി അമരകോശം. വൃക്ഷ എന്ന വാക്കിൻ്റെ പര്യായം. വൃക്ഷോ മഹീരുഹ ശാഖി വിടബി പാദപ തരു. വൃക്ഷ വൃക്ഷം, മഹീരുഹ വൃക്ഷം, ശാഖി ശാഖകൾ ഉള്ളതുകൊണ്ട് ശാഖി, വിടബി കൊമ്പ് വിടപങ്ങൾ ഉള്ളതുകൊണ്ട് ഇടബി. പിന്നെ പാദപഹ പാദം, അതിൻ്റെ പാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകളാണ്. ആ വേരുകളിലാണ് അതിൻ്റെ വെള്ളം പാനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അവയവം. ആ വേരുകൊണ്ട് വലിച്ചെടുക്കുന്ന വെള്ളം അതിൻ്റെ തണ്ടിലൂടെ എല്ലാ ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോൾ പാദം കൊണ്ടാണ് പാനം ചെയ്യുന്നത്, അതുകൊണ്ട് പാദപം. പിന്നെ തരു വൃക്ഷം. തരംഗ ഭംഗ സ്തരംഗ ഊർമി വാ സ്ത്രീയാം വീജി രഥോ ഊർമിഷു. ഭംഗ തരംഗ ഊർമിഹി ഇതെല്ലാം പുല്ലിംഗം. സ്ത്രീലിംഗത്തിൽ വീജി എന്നും ഊർമി വീജി രഥ ഊർമിഷു. ഊർമി അതിൽ എന്തോ ഒരു ചെറിയൊരു തെറ്റ് പറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. ഞാനത് പദച്ഛേദം ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളാം. തരംഗം എന്ന വാക്കിൻ്റെ പദച്ഛേദം. തടഹ കൂലം രോധശ്ച തീരം ച പ്രതീരം ച തടം ത്രിഷു. കൂലം രോധ തീരം പ്രതീരം തടം ഇതെല്ലാം തന്നെ തീരം എന്നർത്ഥം. ശബ്ദകോശം. ആവൃതം വലയിതം ചുറ്റപ്പെട്ടത്, ഉഡ്ഡീനം ഉഡ്ഡയിതം ഉയർന്നു പറന്ന, ഊർധ്വം ഉപരി മുകളിൽ, ഗഗനം ആകാശം ആകാശം, തടഹ തീരഹ തീരം, തരംഗ വീചി തിരമാല, ധ്വജ പതാക പതാക, ധ്വനി പുരോഗതി ധ്വജ പതാക പ്രഗതി പുരോഗതി, പ്രതികൃതി ആദർശ മാതൃക, പ്രാരംഭത പ്രാരംഭമകരോത് ആരംഭിച്ചു, വിവൃണോതി വിശദയതി വിവരിക്കുന്നു, സംഗ്രഹാലയ സംരക്ഷണ ഭവനം മ്യൂസിയം. ഞാൻ നേരത്തെ എന്തോ ഒരു ശരിക്ക് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. സംഗ്രഹാലയം എന്നുള്ളിടത്ത് ഗ്രന്ഥത്തിൻ്റെ ശേഖരം എന്നാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞത്. അതൊരു ചെറിയ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ സംഗ്രഹാലയം എന്ന് പറഞ്ഞാൽ മ്യൂസിയം, എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുള്ള സ്ഥലം. സ്വാപഹ നിദ്ര ഉറക്കം, ക്ഷേപണി വിക്ഷേപണി റോക്കറ്റ്, അധികതാംശ ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെല്ലാമാണ്? യാത്രാവിവരണം അലിഖത്, ചിത്രാനുസാരം വാക്യാനി അലിഖത്, പ്രശ്നവാചക ശബ്ദൈഹി വാക്യാനി അലിഖത്. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. ഇനി ഇവിടെ ഒരു സുഭാഷിതത്തിൻ്റെ 2 വരി കൊടുത്തിട്ടുണ്ട്. എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ഉദ്യമമാണ്, പരിശ്രമമാണ് ആദ്യം വേണ്ടത്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി.
ഉദ്യമം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ സിദ്ധിക്കുകയുള്ളൂ. പരിശ്രമം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നേടുകയുള്ളൂ. അല്ലാതെ മനോരഥം കൊണ്ട് മാത്രം ഒരു കാര്യവും കിട്ടില്ല. മനോരഥം വേണം, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉദ്യമം കൂടി വേണം. മനസ്സിലൊരു താല്പര്യം ഉണ്ടാവുമ്പോഴാണല്ലോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം ഉണ്ടാവുക. അപ്പം മനോരഥം നല്ലത് തന്നെയാണ്. അത് നേടിയെടുക്കണമെങ്കിൽ പരിശ്രമം കൂടിയേ തീരൂ. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി ന ഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ എന്നും കൂടി ആ സുഭാഷിതത്തിൻ്റെ 2 വരിയാണ്. അപ്പോൾ സിംഹം ഉറങ്ങിക്കിടക്കുകയാണ്, വിശന്നിട്ട് വയ്യ, ആരെങ്കിലും വായലേക്ക് എന്തെങ്കിലും കൊണ്ടിട്ട് തരുമെന്ന് വിചാരിച്ചു വായും തുറന്ന് ഉറങ്ങിക്കിടന്ന സിംഹത്തിന് വല്ല ഇരയും കിട്ടുമോ? സിംഹത്തിനെ കണ്ട മാത്രയിൽ മൃഗങ്ങളൊക്കെ ഓടി ഒളിച്ചു പോവില്ലേ? അപ്പോൾ സിംഹത്തിന് മൃഗങ്ങളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അവൻ എത്ര ഭീകരനാണെങ്കിലും എത്ര ശൂര പരാക്രമിയാണെങ്കിലും അവന് കിട്ടാൻ അവൻ്റെ ഇര തേടിയിട്ട് അവൻ സഞ്ചരിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇര കിട്ടുള്ളൂ. അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ മുഖത്തേക്ക് ഓരോരോ മൃഗങ്ങൾ എന്നെ തിന്നോളീൻ എന്ന് പറഞ്ഞ് ചാടുകയില്ല. നമ്മൾക്ക് വിജയം വേണമെങ്കിൽ നമുക്ക് പരിശ്രമം വേണം. എന്നത് നല്ലവണ്ണം കുട്ടികൾ മനസ്സിലാക്കണം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം എന്നാണ് പറയുന്നത്. അതിനാണ് ഈശ്വരൻ എന്ത് തന്നിട്ടുള്ളത്? ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. അപ്പോൾ പരിശ്രമം ചെയ്താൽ എന്തും നമുക്ക് നേടാം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ അവയവങ്ങളും, ഇന്ദ്രിയങ്ങളടക്കമുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് തന്നിട്ടാണ് ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചത്. ആ ഈശ്വരന് നമസ്കാരം അല്ലേ? പിന്നെ അപ്പോൾ നമുക്ക് ഇവിടെ ഈ പാഠം അവസാനിക്കുകയാണ്. നമുക്ക് എന്ത് വേണം? ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം വളരെ സാരവത്തായിട്ടുള്ള ഒരു ഭാഗമാണ്. ടീച്ചർ അതൊന്ന് വേഗം വായിക്കാം. എല്ലാവരും കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമ പാലിക്കണം. സപ്തമഹാപാഠ, 7ാമത്തെ പാഠം അനന്തം വിശ്വം അജ്ഞാതം. ഈ വിശ്വം അനന്തമാണ്. ലോകം എവിടേക്കാണ് കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. ഈ ഗോളം അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റില്ല. അനന്തമാണ്, അജ്ഞാതമാണ്, വിശ്വം അജ്ഞാതമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ബാക്കിയാണ്. അപ്പോൾ ഛാത്രാൻ ദ്വിധാ വിഭജ്യ, 2ആയി വിഭജിച്ചിട്ട് വിദ്യാർത്ഥികളെ 2ആക്കി ഗ്രൂപ്പാക്കിയിട്ട് ചിത്രം ഖണ്ഡീകൃത്യ ദദാതി, ഒരു ക്ഷേപണ്യാഹ ചിത്രം, ഒരു വിക്ഷേപണിയുടെ ചിത്രം 2ആക്കി മുറിച്ച് കൊടുക്കുന്നു. സംഘദ്വയായ ഭിത്തിപത്രം ദത്വ, ഒരു ഭിത്തിപത്രം, ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അത് ക്രമത്തിൽ വെച്ചിട്ട് ഒരു ക്ഷേപണിയുടെ ആകാരത്തിൽ സജ്ജീകരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. യഹ സംഘ, യാതൊരു സംഘമാണോ പ്രഥമം സംയോജയതി, ആദ്യമായിട്ട് ഇതെല്ലാം സംയോജിപ്പിക്കുന്നത്, സഹ സംഘ വിജയീ ഭവതി, ആ സംഘം വിജയീഭവിക്കും. പൂർണ്ണശുഭ്ര വർണ്ണ ക്ഷേപണ്യാം ഭാരതം. ഒരു കുട്ടി ഉറങ്ങണം. നാളെ രാവിലെ ആയാൽ എന്തിനു പോകണം? ഒരു അധ്യയന യാത്രയ്ക്ക് പോകണം. ഉറക്കം വന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. കുട്ടി ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ പലതും കാണാണ്. പൂർണ്ണശുഭ്രവർണ്ണക്ഷേപണ്യാം ഭാരതം. പൂർണ്ണശുഭ്ര വർണ്ണത്തിലുള്ള ക്ഷേപണി ഭാരതത്തിൻ്റേതായിട്ടുള്ളത്. ത്രിവർണധ്വജ, 3 വർണ്ണമുള്ള പതാക. ത്രിവർണ പതാക. ഗണന, എണ്ണുകയാണ്. എന്താണ് എണ്ണുന്നത്? 3 മിനിറ്റ്. വിക്ഷേപണി അയക്കാനുള്ള മിനിറ്റുകൾ എണ്ണി അതിൻ്റെ തുടക്കത്തിൽ വരെ പറയാണ്. 3, 2, 1, 0 എന്ന് പറയുമ്പോഴേക്കും വിക്ഷേപണി വിട്ടു. 3, 2, 1, 0. ഇത് പറഞ്ഞപ്പോഴേക്ക് എന്തുണ്ടായി? യഥാ ഉക്തം തഥാ, എപ്പോൾ ഇത് പറഞ്ഞുവോ, മാതുരാഹ്വാനം ശ്രുത്വ, അമ്മയുടെ വിളി കേട്ടിട്ട്, ശ്രുത്വ ത്വാന്തമഭിയം ജഡിതി സ്വാഭാത് ഉത്ഥിത ആര്യ, പെട്ടെന്ന് ആര്യ എന്ന കുട്ടി സ്വാഭാത് ഉത്ഥിത, ഉത്ഥിത ആര്യ, സ്ത്രീലിംഗായതുകൊണ്ടാണ് ഉത്ഥിത എന്ന് പറയുന്നത്. സാദ്യ തുമ്പ വിക്രം സാരാഭായി വിക്ഷേപണ കേന്ദ്രം പ്രതി. അദ്യ, ഇന്ന്. നമ്മൾ പഠിച്ചതാണ്. അദ്യ, ഇന്ന് അല്ലേ? പഠിച്ചില്ലേ? അദ്യ, ഇന്ന്. അദ്യ ശനിവാര, ശ്വഹ നാളെ, ശ്വഹ രവിവാര, അദ്യ ശനിവാര, ഹ്യഹ ശുക്രവാര. ഇന്ന്, നാളെ,
ഇന്ന് ഇന്നലെ, അദ്യ ഇന്ന്, ശ്വഹ നാളെ, ഹ്യഹ ഇന്നലെ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യണ? അധ്യയനയാത്രയെ സോത്സാഹം സജ്ജ അഭവത്. സാ അദ്യ, അവൾ ഇന്ന് തുമ്പ വിക്രം സാരാഭായ് വിക്ഷേപണ കേന്ദ്രം പ്രതി അധ്യയനയാത്രയായി സോത്സാഹം സജ്ജാഭവതി. ഓർക്കുറക്കം സജ്ജയായി കിടക്കുകയാണ്. പ്രഭാതേ ഷഡ്വാദനേ അവ തുമ്പാം പ്രാപ. 6 മണിക്ക് തുമ്പയിലെത്തി രാവിലെ. ആറവ സമുദ്ര തടേ വൃക്ഷൈഹി ആവൃതം ഊർധ്വം വിരാജമാനം തുമ്പ വിക്രം സാരാഭായ് വിക്ഷേപണ കേന്ദ്രം. സമുദ്രത്തിൻ്റെ തീരത്ത് അനേകം വൃക്ഷങ്ങളാൽ ആവൃതമായ ഉന്നതത്തിൽ വിരാജിക്കുന്ന തുമ്പ വിക്രം സാരാഭായ് വിക്ഷേപണ കേന്ദ്രം. അത്യുന്നതൈഹി തരംഗൈഹി ശോഭായമാന സമുദ്ര. വലിയ വലിയ തരംഗങ്ങൾ, തിരമാലകളെ കൊണ്ട് ശോഭിക്കുന്ന സമുദ്രം. പ്രവേശന കവാടേ വർത്തമാന ക്ഷേപണ്യ പ്രകൃതി. പ്രവേശന കവാടത്തിൽ ഒരു ക്ഷേപണിയുടെ ഒരു മാതൃക ചിത്രം. പാർശ്വേ റെയിൽ മാർഗ, അരികിൽ റെയിൽ മാർഗം. തത്രൈവ ക്രൈസ്തവ ദേവാലയേ സ്ഥിത സംഗ്രഹാലയ. അവിടെ തന്നെ ക്രൈസ്തവ ദേവാലയമുണ്ട്, അവിടെ ഒരു മ്യൂസിയവുമുണ്ട്. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് അസ്മാഭിഹി നമ്മളാൽ ഇതപര്യന്തം ഇന്നുവരെ ആർജിതായ നേടിയിട്ടുള്ള പ്രോന്നതേഹേ പുരോഗതിയുടെ സ്മാരകാണി ചിത്രാണി സ്മാരകങ്ങളായ ചിത്രങ്ങൾ. ക്ഷേപണീനാം ആദർശാനി, ക്ഷേപണികളുടെ മാതൃകകൾ തത്ര പ്രദർശിതാനി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം ക്ഷേപണികളാണ്? ചന്ദ്രയാൻ, ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ, പൃഥ്വി, അഗ്നി, ബ്രഹ്മോസ് ഇത്യാദീനി സംസ്കൃത നാമാനി തത്ര ദൃഷ്ട. അവിടെയൊക്കെ ഈ സംസ്കൃത നാമങ്ങളാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് അഭിമാനേന വിസ്മിത ജാത, ഞാൻ അഭിമാന പുളകിതയായി. 360+900 അല്ലെങ്കിൽ 360 തമേ വർഷേ തുമ്പേതി തീരദേശ ഗ്രാമേ. തുമ്പ എന്ന തീരദേശ ഗ്രാമത്തിൽ ഭാരതസ്യ പ്രഥമ വിക്ഷേപണ കേന്ദ്രം പ്രഥമമായ വിക്ഷേപണ കേന്ദ്രം തുടങ്ങി. ISRO സംസ്ഥായാഹ പ്രഥമാധ്യക്ഷ വിക്രം സാരാഭായ് മഹോദയസ്യ. ISROയുടെ സംസ്ഥയുടെ പ്രഥമാധ്യക്ഷനായ വിക്രം സാരാഭായ് മഹോദയൻ്റെ ഭാരതത്തിൻ്റെ മുൻപത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം മഹാഭാഗൻ്റെ ഇതരേഷാം ശാസ്ത്രജ്ഞാനം, മറ്റു പല ശാസ്ത്രജ്ഞരുടെയും യോഗദാനങ്ങൾ അവരുടെയൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ ജ്ഞാനത്തിൻ്റെ ശകലങ്ങൾ അധികൃത്യ മാർഗദർശക ബിറുണോദി. മാർഗദർശകം, ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു, അവൻ എല്ലാം വിവരിക്കുന്നു. അദ്ദേഹം എല്ലാം വിവരിക്കുന്നു. വിവിധൈഹി വിക്ഷേപണൈഹി, വിവിധങ്ങളായ വിക്ഷേപണങ്ങളാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി. കൃഷിയെ സംബന്ധിച്ചും പരിസ്ഥിതിയെ സംബന്ധിച്ചും അന്തർജാല ഇത്യാദിഷു ഇൻ്റർനെറ്റ് തുടങ്ങിയവയിലും ജാഥ പ്രഗതി അത്ഭുതാവഹായവ. ഇതിലെല്ലാം ഉണ്ടായ പുരോഗതി അത്ഭുതാവഹമാണ്. തതഃ പ്രതിമാസം, അതിനുശേഷം പ്രതിമാസം ഓരോ മാസത്തിലും തൃതീയ ബുധവാസരെ മൂന്നാമത്തെ ബുധനാഴ്ച വിക്ഷിപ്യമാണ് ധ്വനി ക്ഷേപണി, അവിടുന്ന് വിക്ഷേപിക്കപ്പെടുന്ന ധ്വനി എന്ന ഒരു റോക്കറ്റ് ദ്രഷ്ടും വയം ഗതാഹ, അത് കാണുവാൻ വേണ്ടിയിട്ടാണ് വയം ഗതാഹ ഞങ്ങൾ പോയത്. തത്ര അവിടെ ക്ഷേപണം ദ്രഷ്ടും, ക്ഷേപണത്തെ കാണുവാൻ വേണ്ടി പൂർവമേവ ബഹവോ ജനാഹ ഉപസ്ഥിതാഹ ആസൻ. അവിടെ ജനങ്ങൾ ഇതെല്ലാം ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. എപ്പോൾ ധ്വനിക്ഷേപണി വിഹായസമുന്നീത, എപ്പോഴാണ് ഈ ധ്വനി എന്ന പേരായ ക്ഷേപണി വിഹായസിലേക്ക് ആകാശത്തിലേക്ക് ഉയർന്നത്. തഥാ മേ മനഹാബി, എൻ്റെ മനസ്സും തേന ഉഡ്ഡീനം, അതിനൊപ്പം പറന്നുപോയി, ഒപ്പം മുകളിലോട്ട് പോയി എൻ്റെ മനസ്സും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞതാണ്.
അതുകൊണ്ട് ഈ പാഠത്തിൻ്റെ ദൈർഘ്യം കൂടേണ്ട എന്നുള്ള കാരണം കൊണ്ടും നമ്മൾ ഇവിടെ പാഠം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.